നിറയുന്നത് എന്താണെന്ന് നാം അറിയണം. You should know what is getting filled in you. നിറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നിറയ്ക്കുന്നത് ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ദൈവശബ്ദത്തിന് ഒത്തവണമുള്ളതാണോ, നീ തുളുമ്പാൻ പോവാ. അനുഗ്രഹം തുളുമ്പാൻ പോവാ. Filling according to the word of God, it's going to outpour. അഭിഷേകം തുളുമ്പാൻ പോവാ. Anointing is going to outpour. ആമേൻ. നിറയ്ക്കും. He will fill you. ശൂന്യമായതിനെ പെട്ടെന്ന് നിറയ്ക്കാൻ എളുപ്പമാണ്. What is empty, it is easy to fill it up. കുറച്ച് ഫില്ലായിട്ടുള്ളോ ആ ഫില്ലായത് നിറവും കർത്താവിന്റെ വചനപ്രകാരമുള്ളതായിരിക്കണം. If it is little, it should be according to the word of God. ചിലർ വാഗ്ദത്തം കേൾക്കും, അവരെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അഭിഷിക്തന്മാരിലൂടെ അവരുടെ വീട് ഉൾപ്പെടെ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ കർത്താവ് ഇടപെടും. Some people hear the promise. God even speaks about their family, their house and everything that happened in their lives. ഇടപെട്ടതിനൊത്തവണ്ണം നടക്കുന്നവർ ചുരുക്കമാണ്. But there are only few who walk accordingly. ഇടപെട്ടതിനൊത്തവണ്ണം നടക്കാൻ ദൈവകരങ്ങളിൽ നീ ഏൽപ്പിച്ചാൽ, If you submit yourself to walk accordingly, നിന്റെ ലൈഫ് സ്റ്റൈൽ മാറും. your lifestyle will change. നിന്റെ ലൈഫ് സ്റ്റൈൽ മാറും. Your lifestyle will change. നിന്റെ സംഭാഷണം മാറും. Your communication will change. ചിലരോട് ആത്മാവ് പറയാ, To some people, Spirit of God is saying, ചിലരുടെ വാഗ്ദത്തത്തിന്റെ തടസ്സം വാക്കുകളാ. the hindrance of God's promise to be fulfilled is നിന്റെ your word. വാക്കുകൾ ക്രമീകരിക്കാൻ ദൈവകരത്തിൽ ഏൽപ്പിച്ചാൽ, ചിലരോട് പറയാ, നിന്റെ ശൂന്യത മാറും. If you rearrange your words, your emptiness will move out. ചിലർ അതിലൊക്കെ ഓക്കെയാ. Some people are okay in that. എങ്കിൽ തിക്ക് വീടാൻ പോവാ. If so, the tick is going to fall. നീ എഴുതിയ പരീക്ഷയുടെ റിസൾട്ടിന്റെ അകത്ത് തിക്ക് വീടാൻ പോവാ. The exam that you have written, a tick is going to come. പരിശോധനകൾ മുന്നിൽ വരുമ്പോൾ വാ കൊണ്ട് വല്ലതും പറയാതെ വാക്തത്വം ചലിക്കുന്നത് മാത്രം പറയുന്നത് തുടർന്നാൽ എഴുതിയിട്ടോ, ഒരു പരിശോധനയുടെ പരീക്ഷാഘട്ടം കഴിയുക. ഇതാ റിസൾട്ടിന്റെ ടിക്ക് വീഴാൻ പോവാ. ചില മാർഗങ്ങൾ, ചില റിസൾട്ടുകൾ ചിലതിനെ കാത്തു വരാൻ പോകുന്നു എന്ന് ആത്മവചനോട് പറയാൻ പറയുന്നു. When the test comes, do not speak according to your mind. Take control of your words. Some of the ticks are going to come upon you.